ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ എറണാകുളം MP ശ്രീ ഹൈബി ഈഡനാണ്. നമ്മുടെ മുഖ്യാതിഥി നമ്മുടെ സ്കൂളിന്റെ തന്നെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ പ്രശസ്ത സിനിമാ താരം ശ്രീ അപ്പു ജോസാണ്. ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സരിത സരലാണ്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി യോഗ നടപടികൾ ആരംഭിക്കുന്നു. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 4 ദിവസങ്ങൾ ഈ നാട് കലാസ്നേഹികളുടെ സംഗമ ഭൂമിയായിരുന്നു. വൈപ്പിൻ ഉപജില്ലാ കലോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിന് സ്വാഗതം പറയുന്നതിനായി സ്കൂളിന്റെ പ്രിൻസിപ്പലും ഈ കലോത്സവത്തിന്റെ ജനറൽ കൺവീനറുമായ ശ്രീമതി BU നജിയ ടീച്ചറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വർഷം 2025 ഈ പരിപാടിയുടെ അധ്യക്ഷ ശ്രീമതി സരിത സൻ, പ്രസിഡന്റ് ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത്, ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന MP ശ്രീ ഹൈബി ഈഡൻ, മുഖ്യാതിഥിയായിരിക്കുന്ന ശ്രീ അപ്പു ജോസ്, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ആദരണീയരായ സദസ്യർ. വൈപ്പിൻ കലയെ ആകാംക്ഷയുടെയും ആവേശത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും കൊടുമുടിയിലെത്തിച്ച 4 നാളുകളാണ് കഴിഞ്ഞു പോയത്. ആ ദിവസങ്ങൾക്ക് ഇന്നിവിടെ തിരശ്ശീല വീഴുകയാണ്. ഈ കലോത്സവ മാമാങ്കത്തിൽ, കലാമാമാങ്കത്തിൽ മത്സരിച്ച വിദ്യാർത്ഥികളുടെ, വിജയിച്ച വിദ്യാർത്ഥികളുടെ കണ്ണുകളിലെ സന്തോഷത്തിൻ്റെ തിളക്കവും പരാജയപ്പെട്ട കുട്ടികളുടെ നിരാശയുമെല്ലാം കണ്ട 4 നാളുകളായിരുന്നു കഴിഞ്ഞുപോയത്. പരാജയപ്പെട്ട കുട്ടികളോടായി ഒരു വാക്ക്, നിങ്ങൾക്കായി, നിങ്ങളുടെ വിജയത്തിനായി മറ്റൊരു വേദി നിങ്ങൾക്ക് കാത്തിരിക്കുന്നുണ്ട്. അതിലേക്ക് വേണ്ടി പ്രവർത്തിക്കുക. വിജയിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും മത്സരാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ. ഈ പരിപാടിയിൽ എൻ്റെ അർപ്പിതമായ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. സ്വാഗതം ആശംസിക്കുക എന്നതാണ് എൻ്റെ അർപ്പിതമായ കർത്തവ്യം. ഈ കലോത്സവ മാമാങ്കം, ഈ വൈപ്പിൻ ഉപജില്ലാ കലോത്സവത്തിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സരിത സരലാണ്. നമുക്കറിയാം, ഇടപ്പള്ളി ബ്ലോക്കിന് കീഴിലുള്ള വിദ്യാലയങ്ങളിൽ പുതിയ ആശയങ്ങളുമായി, പുതിയ വികസന പ്രവർത്തനങ്ങളൊക്കെയായി ഏറ്റവും ജനശ്രദ്ധ ആകർഷിച്ച ഒരു മഹത് വ്യക്തിത്വമാണ് ശ്രീമതി സരിത സൻ.
അധ്യക്ഷ സ്ഥാനത്തിനായിരുന്നു നമുക്ക് ഈ ഒരു പരിപാടിയിലേക്ക് ഇവിടെ എത്തിച്ചേർന്ന് അവരെ ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യും. ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിൽ MP ശ്രീ ഹൈബി ഈഡൻ. നമുക്കറിയാം, എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിക്കുന്ന നമുക്കേവർക്കും അഭിമാനിക്കാവുന്ന ഒരു വ്യക്തിത്വത്തിലുടമയാണ് ശ്രീ ഹൈബി ഈഡൻ. വിദ്യാലയങ്ങളിൽ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനും ഗതാഗത സൗകര്യം ഉൾപ്പെടെ ഉള്ള നിരവധി, അതായത് സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ അനുവദിച്ചുകൊണ്ട് ജനശ്രദ്ധ ആകർഷിച്ച ഉദ്ഘാടകൻ ഹൈബി ഈഡൻ MP-ക്ക് ഏറ്റവും സ്നേഹത്തോടെ പരിപാടിയുടെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യും. നമ്മുടെ പ്രിയങ്കരനായ പൂർവ്വ വിദ്യാർത്ഥിയാണ് ഇവിടെ മുഖ്യാതിഥിയായി എത്തിയിട്ടുള്ളത്. അഭിനയ മികവിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ശ്രീ ജോസ്, സീനിയർ ആർട്ടിസ്റ്റ്. അദ്ദേഹത്തെ മുഖ്യാതിഥിയായി കിട്ടിയതിൽ നമുക്ക് ഏറെ അഭിമാനിക്കാം. ഈ പരിപാടിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും. നാല് ദിവസങ്ങളിലെ സജീവ സാന്നിധ്യമായിരുന്ന ഒരുപാട് പേര് മഹത് വ്യക്തിത്വങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ആശംസകൾ അറിയിക്കാനായി എത്തിയിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ഡോണോ മാസ്റ്റർ, അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. ശ്രീ അഡ്വക്കേറ്റ് PM തങ്കരാജ്, മെമ്പർ വൈപ്പിംഗ് ബ്ലോക്ക് പഞ്ചായത്ത്, ഇവിടെ ആശംസകൾ അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. വൈപ്പിംഗ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി പീസ ടീച്ചേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെയും ഞാൻ ഏറ്റവും സ്നേഹത്തോടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ കലോത്സവത്തിന്റെ വിജയത്തിനായി ഒരുപാട് പേരുടെ പ്രയത്നം, അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇത്ര വിജയം നമുക്കിവിടെ ആഘോഷിക്കാൻ കഴിയുന്നത്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് ഇർഷാദുൽ മുസ്ലിമീൻ സഭ പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ സാറിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി അംഗങ്ങൾ, മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ തന്നെ പാരന്റ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ പ്രതിനിധികൾ, ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർമാർ, കലോത്സവ കമ്മിറ്റി ചെയർമാൻമാർ, കൺവീനർമാർ, കമ്മിറ്റി അംഗങ്ങൾ, ഇവരോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു വിഭാഗം, അതായത് DYSP, മുനമ്പം DYSPയുടെ നേതൃത്വത്തിൽ ഒരു പോലീസ് നില തന്നെ നമുക്കായി അനുവദിച്ചു തന്നു. അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മളുടെ ഈ കലോത്സവത്തിൽ തികഞ്ഞ അച്ചടക്കത്തോടു കൂടി 4 ദിവസം കൊണ്ടു നടന്നതിന്റെ പ്രധാന ക്രെഡിറ്റ് ഈ പോലീസ് സേനയ്ക്ക് തന്നെയാണ്. അവരെയും അതുപോലെ തന്നെ ഹരിതകർമ്മസേന, വേദി പങ്കിട്ട സഭാ സ്കൂൾ ഭാരവാഹികൾ, എടവൽക്കാട് വ്യാപാരികളുടെ ഉടമസ്ഥതയിലുള്ള വ്യാപാരി ഭവൻ, ഇതിന്റെ സഹപ്രവർത്തകർ, മറ്റ് സ്കൂളുകളിലെ അധ്യാപകർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, പരിശീലകർ, വോളണ്ടിയേഴ്സായി മുഴുവൻ സമയ സേവനം ചെയ്തിട്ടുള്ള NSS, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, അതിന് ചാർജ് വഹിക്കുന്ന അധ്യാപകർ, ഈ പഴങ്ങാട് വ്യാപാരികൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ലോ ആൻഡ് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും മുഴുകിയിട്ടുള്ള നമ്മുടെ സമീപ പ്രദേശത്തുള്ളവർ, അതുപോലെ തന്നെ ഹെൽത്ത്, ഇലക്ട്രിസിറ്റി, ഫുഡ് ആൻഡ് സേഫ്റ്റി, എക്സൈസ്, വിദ്യാഭ്യാസ വകുപ്പ് AEOയുടെ നേതൃത്വത്തിൽ, AEO ആണ് നമുക്കറിയാം, ഇതിന്റെ എല്ലാം നടത്തിപ്പ് ചുമതലയുള്ള AEയുടെ നേതൃത്വത്തിലുള്ള AE ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ, ഇങ്ങനെ നിരവധി പേരുടെ കൂട്ടായ പ്രയത്നം കൊണ്ട് മാത്രമാണ് ഈ കലോത്സവം ഇങ്ങനെ വിജയത്തിൽ കലാശിച്ചത്. അവരെ എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ വൈപ്പിംഗ് AEO ഷൈനാമോ മാഡത്തെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും, ഞാൻ ആരുടെയും ഒരു പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, എല്ലാവരുടെയും കൂട്ടായ പ്രയത്നം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ പരിപാടി വിജയിച്ചത്. എല്ലാവർക്കും
ഏറ്റവും സ്നേഹബഹുമാനങ്ങളോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷന്റെ ഉപക്രമം ഉദ്ഘാടനത്തിന് ശേഷം നിർവഹിക്കും എന്നറിയിച്ചതിനാൽ അടുത്തതായി ഈ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങാണ്. അതിനായി ബഹുമാന്യനായ MP ശ്രീ ഹൈബി ഈഡനെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷ ഇടപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രിയങ്കരിയായ പ്രസിഡന്റ് ശ്രീമതി സരിത സനൽ, ഈ കലോത്സവത്തിന്റെ ജനറൽ കൺവീനർ ശ്രീ VU നജിയ, അനുഗ്രഹീതനായ കലാകാരൻ, ഈ നാടിന്റെ പ്രിയങ്കരനായ കലാകാരൻ ശ്രീ അപ്പു ജോസ്, പ്രിയപ്പെട്ട വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ കൊച്ചു ത്രേസ്യ നിഷിൽ, വൈപ്പിൻ AEO ശ്രീമതി ഷൈനാമോൾ, പ്രിയപ്പെട്ട സ്കൂളിൻ്റെ മാനേജർ TK ഉണ്ണികൃഷ്ണൻ, സ്നേഹം നിറഞ്ഞ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ശ്രീ അജാസ് അഷ്റഫ്, ശ്രീ PB സാബു, ശ്രീമതി ശാന്ത മുരളി, ശ്രീ ഷംസുദ്ദീൻ, ശ്രീ ബിന്ദു ബന്നി, സ്കൂളിൻ്റെ ഹിദായത്തുൽ സ്കൂളിൻ്റെ പ്രിയങ്കരനായ മാനേജർ ശ്രീ അബ്ദുൽ ഗഫൂർ സാഹിബ്, വേദിയിൽ സന്നിധനായിട്ടുള്ള ഹെഡ് മിസ്ട്രസ് ജോയിന്റ് കൺവീനർ ശ്രീമതി നോബി T മുഹമ്മദ് അടക്കം കഴിഞ്ഞ 4 ദിവസങ്ങളായി ഈ കലോത്സവത്തിൽ സംബന്ധിക്കുന്ന പ്രിയങ്കരായ അധ്യാപകരെ, രക്ഷകർത്താക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഹർഷം 2025 വൈപ്പിൻ ഉപജില്ലാ സ്കൂൾ കലോത്സവം ഒരുപാട് സാംസ്കാരിക നായകന്മാരെ, ഒരുപാട് കലാകാരന്മാരെ, സാഹിത്യരംഗത്ത് ഏറ്റവും മികവ് പുലർത്തിയിട്ടുള്ള ആളുകൾ, സിനിമാ രംഗത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഏറ്റവും വലിയ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ ഒരുപാട് യുവ പ്രതിഭകളെ സംഭാവന ചെയ്തിട്ടുള്ള ഈ പ്രദേശത്താണ് കഴിഞ്ഞ 4 ദിവസമായി ഈ കലാമേള സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ചെറുപ്പക്കാരുടെ, വിദ്യാർത്ഥികളുടെ സർഗശേഷി പ്രകടിപ്പിക്കുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമായി ഈ വൈപ്പിൻ ഉപജില്ലാ സ്കൂൾ കലോത്സവം മാറി എന്നുള്ളത് ഏറെ അഭിമാനകരമായ ഒരു കാര്യമാണ്. വൈപ്പിൻ പ്രദേശം തന്നെ ഒരുപാട് വെല്ലുവിളികളിൽ അതിജീവിച്ച് വളർന്ന ഒരു സ്ഥലമാണ്. ആ പോരാട്ട വീര്യവും ആ മനോബലവും എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒരു ജനത അധിവസിക്കുന്ന ഒരു ദ്വീപാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആളുകൾ അധിവസിക്കുന്ന ഒരു ദ്വീപാണ്. അവിടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും തൻ്റെ അവകാശങ്ങൾ പിടിച്ചു വാങ്ങിയ ഒരു സമൂഹം സ്വാഭാവികമായി സാംസ്കാരിക പ്രവർത്തനങ്ങളിലും കലാപ്രവർത്തനങ്ങളിലുമെല്ലാം മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകളായിരിക്കും. നമ്മുടെ സംസ്ഥാന ഫിലിം അവാർഡ്സിൽ തന്നെ കഴിഞ്ഞ വർഷം ഒരുപാട് അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ ഒരുപാട് പ്രശസ്തരായ സിനിമാ മേഖലയിൽ, ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിച്ച, സാങ്കേതിക മേഖലയിൽ പ്രവർത്തിച്ച ആളുകൾ പ്രതിദാനം ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ വലിയ പ്രതീക്ഷയാണ് ഇന്ന് അക്കാഡമിക്സിനോടൊപ്പം ഈ സർഗശേഷി പ്രകടിപ്പിക്കുന്ന ഈ യുവതലമുറയിൽ നിന്നും ലോകം വലിയ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്നത്. ഇന്ന് ടെക്നോളജി വന്നതിന് ശേഷം കുട്ടികൾക്ക് ഒരു പാട്ട് പാടിയാലോ ഒരു നൃത്തം ചെയ്താലോ അതൊരു മുറിയിൽ അവതരിപ്പിച്ചാൽ പോലും ലോകം മുഴുവൻ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലേക്ക് കഴിവുള്ള കുഞ്ഞുങ്ങളെ ലോകം അംഗീകരിക്കാനുള്ള ടെക്നോളജി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടാലന്റ് ഉള്ള ഒരാളും അറിയപ്പെടാതെ വിസ്മൃതിയിൽ പോകില്ല എന്ന് ഉറപ്പ് നമുക്ക് പറയാൻ സാധിക്കും. കഴിവുള്ള
ആ കഴിവ് പരിപോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന, അത് ഏറ്റവും ഹാർഡ് വർക്കിലൂടെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കലാകാരനും കലാകാരിക്കും ഈ കാലഘട്ടത്തിൽ നിരാശപ്പെടേണ്ടി വരില്ല. അത് നമ്മുടെ അക്കാഡമിക്സ് പോലെ തന്നെ സ്പോർട്സും നമ്മുടെ യുവജനോത്സവവും എല്ലാം നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമാണ്. അതിൽ കഴിഞ്ഞ 4 ദിവസം ഈ മേഖലയിലെ കുട്ടികൾ, ഈ പ്രദേശത്തെ, ഈ ഉപജില്ലയിൽ പെടുന്ന മുഴുവൻ സ്കൂളുകളിലെയും കുട്ടികൾ വളരെ ആരോഗ്യകരമായ ഒരു മത്സരത്തിൽ ഏർപ്പെട്ടു എന്നുള്ളത് ഏറെ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട്, വിജയികളായ ആളുകളെ മാത്രമല്ല, ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത മുഴുവൻ സ്കൂളുകളെയും കുട്ടികളെയും ഇതിന്റെ സംഘാടകരെയും ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് ഈ ഹർഷം 2025 ഈ സമാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. നമ്മുടെ ഈ യോഗത്തിന്റെ വിശിഷ്ട അതിഥി ശ്രീ അപ്പു ജോസിന് കലോത്സവ റിസപ്ഷൻ കമ്മിറ്റി ഏർപ്പെടുത്തിയിട്ടുള്ള ഉപഹാരം നൽകുന്നതിനായി ബഹുമാന്യനായ MP ശ്രീ ഹൈബി ഈഡനെ ക്ഷണിച്ചോളൂ. നമ്മളുടെ കലോത്സവ ലോഗോ ഡിസൈൻ ചെയ്ത ഒരു കൊച്ചുമിടുക്കനുണ്ട്, ആൽഫി പിൻഹിറോ. സെന്റ് മേരീസ് ഞാറക്കൽ സ്കൂളിൽ പഠിക്കുന്ന ആൽഫി പിൻഹിറോ ആണ്. ആൽഫിക്കുള്ള ഉപഹാരവും ബഹുമാന്യനായ MP നൽകുന്നു. യോഗ നടപടികൾ തുടരുന്നു. അധ്യക്ഷ പ്രസംഗത്തിനായി ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സരിത സനലിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വൈപ്പിൻ ഉപജില്ലയുടെ കലാമാമാങ്കക്കളരിക്ക് ഇന്ന് സമാപനം കുറിക്കുകയാണ്. ഈ ചടങ്ങിൽ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ എറണാകുളം ജില്ലയുടെ MP ശ്രീ ഹൈബിയുടെ അവർ, നമ്മുടെ ഇന്ന് മുഖ്യ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ വൈപ്പിൻകരയുടെ അഭിമാനമായിട്ടുള്ള ശ്രീ അപ്പു ജോസ് സീനിയർ ആർട്ടിസ്റ്റ്, സ്വാഗതം ആശംസിച്ച VU നജിയ, ഈ പ്രോഗ്രാമിൻ്റെ ജനറൽ കൺവീനർ,
അതേപോലെ തന്നെ ഇന്നിവിടെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന നമ്മുടെ അഡ്വക്കേറ്റ് പി എം തങ്കരാജ്, വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആദരണീയനായ മെമ്പർ, അതേപോലെ തന്നെ ഇവിടുത്തെ ജനപ്രതിനിധികളായിട്ടുള്ള ശ്രീമതി ഡിഫ്ന, നമ്മുടെ AEO ഷൈനമോൾ അവർ അടക്കമുള്ള വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഇന്നിവിടെ വലിയ പ്രസംഗത്തിന് പ്രസക്തിയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഞാൻ കലോത്സവ വേദികളിൽ പറയുന്നത് പോലെ എനിക്ക് ഈ കലോത്സവ വേദിയുടെ സമാപന സമ്മേളനത്തിന്റെ അധ്യക്ഷ എന്നുള്ള രീതിയിൽ അഭിമാനപൂർവ്വം നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ എനിക്കറിയാം ഇന്നിവിടെ ഈ 4 ദിവസങ്ങളിലായി ഇവിടുത്തെ യുവത്വത്തിൻ്റെ മഹോത്സവത്തിൻ്റെ ഒരു ലഹരി, സമാപന സമ്മേളനത്തിൻ്റെ ലഹരിയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ തികച്ചും ഒരു പ്രസംഗത്തിന് ഇവിടെ ഒരു പ്രസക്തിയില്ല. കാരണം നമുക്കറിയാം 4 ദിവസങ്ങളായി നമ്മയൊക്കെ വിസ്മയിച്ചുകൊണ്ട് നാളെ കേരളത്തിൻ്റെ കലാപ്രതിഭകളെ വാർത്തെടുക്കാൻ തക്ക തരത്തിൽ ഇവിടെ നടന്ന വിസ്മയകരമായ പ്രകടനം കാഴ്ചവെച്ച വിജയികളായ കുട്ടികളെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് 1 or 2 മാർക്കുകൾക്ക് അല്ലെങ്കിൽ കേവലം നിസ്സാര മാർക്കുകൾക്ക് മാത്രം പുറകിലേക്ക് പോയ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരുപാട് കലാപ്രതിഭകളും കൂടിയുണ്ട്. അവരെയും കൂടി അനുമോദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാനും ഈ കലോത്സവം, ഇപ്പോൾ ഭദ്ര ടീച്ചർ കൂടി ഇരിപ്പുണ്ട്, എല്ലാവരും ഉണ്ട് ഈ വേദിയിൽ നിറഞ്ഞു നിൽക്കുന്ന അധ്യാപകര്. നമുക്കറിയാം ഒരു കലോത്സവം സമാപിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ആരംഭിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു ടീം തന്നെയുണ്ട്. ഈ സംഘാടക സമിതി അംഗങ്ങൾ, അധ്യാപകർ, ഈ കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകളെ പരിപോഷിപ്പിക്കുന്ന അവരെ വിജയപഥത്തിലേക്ക് എത്തിച്ചേർത്ത ഒരുപാട് ഇതിൻ്റെ സംഘാടകരുണ്ട്, അധ്യാപകരുണ്ട്, രക്ഷിതാക്കളുണ്ട്, കുഞ്ഞുമക്കളുണ്ട്. എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. ഞാൻ ഇവിടെ MP-നോട് ഞാൻ പറഞ്ഞതാണ്, MP-ക്ക് തിരക്കുണ്ടെങ്കിൽ MP ആ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചോളൂ. സരിത പാട്ടോ കവിതയോ ചെല്ലുമോ, എൻ്റെ സമയം കളയുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും, പറയാൻ പറ്റില്ല, അത് വന്നു പോവുകയാണ്. നമ്മളുടെ ഒരു ലഹരിയാണല്ലോ കലാ മത്സരങ്ങളുടെ വേദി. അത് കഴിഞ്ഞ ആ ഒരു വേദി എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള, എന്നെ സംബന്ധിച്ച് എനിക്ക് ആവേശമാണ്, ഭദ്ര ടീച്ചറിന് അറിയാതെ. അപ്പോൾ അവരൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു ആവേശത്തിൻ്റെ ലഹരിയിൽ ഇരിക്കുമ്പോൾ അറിയാതെ വന്നു പോകണമാണ്. അപ്പോൾ അതുകൊണ്ട് പാട്ടിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇന്നത്തെ ഈ പരിപാടി വളരെയധികം മനോഹരമാക്കാൻ ഇവിടെ വൈപ്പിൻ ഉപജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കുട്ടികൾ ഒന്നിനോടൊന്ന് ഇവിടെ അറിയാൻ സാധിച്ചത്, ഒന്നിനോടൊന്ന് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അപ്പോൾ നമുക്ക് ആ കുട്ടികളെ വളരെയധികം, ഇന്ന് ഈ വിജയികളാകാത്തവർ അടുത്ത പ്രാവശ്യം നമുക്ക് അവരുടെ വിജയപഥത്തിലേക്ക് എത്തിക്കാൻ വേണ്ട പ്രോത്സാഹനം കൂടി കൊടുക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ആശംസ അധ്യക്ഷ പ്രസംഗം ചുരുക്കുകയാണ്. നന്ദി, നമസ്കാരം.
എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷ സരിത സനൽ, നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട എറണാകുളത്തിൻ്റെ MP ശ്രീ ഹൈബിയുടെ, അദ്ദേഹം പോയെങ്കിലും ഒപ്പം ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ, മാനേജ്മെന്റ്, അധ്യാപകർ, അനധ്യാപകർ, വേദിയിലും സദസ്സിലും അണിനിരന്നിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ, യഥാർത്ഥത്തിൽ ഇന്നത്തെ ഈ പരിപാടിയുടെ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും സ്റ്റാറുകൾ എന്ന് പറയുന്നത് സമ്മാനത്തിനായി ഓരോ സ്കൂളിന്റെയും വാനോളം ഉയർത്തിയ വിജയികളായിട്ടുള്ള അല്ലെങ്കിൽ മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ള മറ്റു താരങ്ങൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. എന്നെ അറിയുമോ എന്ന് ഞാൻ ചെറിയൊരു സംശയമുണ്ട്. കാരണം ഇപ്പോൾ ഇരിക്കുന്ന പുതിയ കുട്ടികൾക്ക് അറിയില്ലായിരിക്കും. എങ്കിലും നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും എന്നെ അറിയാമായിരിക്കും. അറിയുന്നതിനൊരു കാരണമുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഞാനൊരു ശബ്ദം അനുകരിക്കാം. കാരണം ഞാനൊരു ബേസിക്കലി മിമിക്രി കലാകാരനാണ്. ഒരു ശബ്ദം അനുകരിക്കാം. അത് മനസ്സിലാവുകയാണെങ്കിൽ ആരാണെന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലായിരുന്നു. കാണിക്കട്ടെ? ശബ്ദം അനുകരിക്കുന്ന ആളെ ഞാൻ പറയുന്നില്ല. പക്ഷേ കേരളത്തിലുള്ള കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്ന എല്ലാ പ്രായമായവർക്കും വരെ വളരെ സുപരിചിതനാണ്. മിക്കവാറും ദിവസങ്ങളിൽ പത്രങ്ങളിലൂടെ, TV ചാനലുകളിലൂടെയൊക്കെ നമുക്ക് സുപരിചിതനായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ ശബ്ദം ശരിയാവുകയാണെങ്കിൽ കൈയടിക്കണം, ശരിയായില്ലെങ്കിലും കൈയടിക്കണം. ഞാൻ നന്നായിക്കോളാം. ഓക്കെ ആണോ? എന്ന് ചെറുതായിട്ട് ടെസ്റ്റ് ഡോസ് അടിക്കട്ടെ. പോലീസിന്റെ കയ്യിലുള്ള ആയുധങ്ങൾക്ക് നടുവിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു കാലം പണ്ട് ബ്രട്ടൻ കോളേജിലെ പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയ കാലം, ആ കാലത്തെ പറ്റി ഈ പറയുന്നവർക്ക് അറിയില്ലെങ്കിൽ പഴയ ആളുകളോട് ചോദിക്കുന്നത് നല്ലതാണ്. അന്ന് നിങ്ങളുടെ കയ്യിലുള്ള ഊരിപ്പിടിച്ച കത്തിയും ഉയർത്തിപ്പിടിച്ച വടിവാളുകൾക്കും നടുക്ക കൂടെ തന്നെ നടന്നു പോയിട്ടുള്ള ആളാണ് ഞാൻ. അന്നൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു കൂട്ടര് ഇപ്പൊ എന്ത് ചെയ്യുന്നതാണ്? അതുകൊണ്ട് അമ്മ അതിന് വരണ്ടതൊന്നും ഇപ്പോഴും വേണ്ട. എന്തിനു വെറുതെ അത്തരം പ്രയോഗങ്ങൾ നടത്തുന്നു? അയ്യോ, മനസ്സിലായെന്ന് തോന്നുന്നു അല്ലേ? ശരിയായ? ഓക്കെ. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കടുത്ത ചുമയും കഫക്കെട്ടൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ ചെറിയൊരു പോരായ്മകൾ ഒരു വർഷം ഉണ്ടായേക്കാം. എന്തായാലും TV ചാനൽ നമ്മുടെ പരിപാടികളിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിന്റെ ശബ്ദവും രൂപവും അനുകരിക്കുന്ന ഒരു കലാകാരനായിട്ടാണ് ആദ്യം വന്നത്. അതിനേക്കാളൊക്കെ മുമ്പ് ഒരു 10-26 വർഷങ്ങൾക്ക് മുൻപ് HHS എന്ന് പറയുന്ന ഈ സ്കൂളിന്റെ ഇതേ വേദിയിൽ നിന്നുകൊണ്ട് മിമിക്രി മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് ആയതോടുകൂടി വാങ്ങിയാണ് എൻ്റെ കലാപരമായ രംഗത്തേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പ്, ആദ്യത്തെ തുടക്കം. അതുകൊണ്ട് തന്നെ ഏറെ അഭിമാനത്തോടെയാണ് ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത്. അന്ന് മിമിക്രി മത്സരത്തിൽ പങ്കെടുത്ത് ഫസ്റ്റ് പ്രൈസ് വാങ്ങിയ അതേ വേദിയിൽ ഇപ്പോ 26-27 വർഷങ്ങൾക്ക് ഇപ്പുറം ഒരു ഗസ്റ്റായിട്ട് വരാൻ സാധിച്ചതിൽ സർവേശ്വരനോടുള്ള നന്ദി അറിയിക്കുന്നു. ഒപ്പം ഈ വിദ്യാലയത്തിൽ നടക്കുന്ന ഈ പരിപാടിയിലേക്ക് ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ, ഒരു കലാകാരൻ എന്ന നിലയിൽ എന്നെ വിളിച്ച സ്കൂൾ മാനേജ്മെന്റിനും ഒപ്പം ഈ പ്രോഗ്രാം കമ്മിറ്റിക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഇതിനൊക്കെ ഒരാൾ വേണമാണെന്ന് എനിക്കറിയാം. മറ്റൊന്നുമല്ല, എൻ്റെ സഹപാഠിയും ഇപ്പോൾ ഈ സ്കൂളിലെ ടീച്ചറുമൊക്കെ ആയിട്ടുള്ള ബഹുമാനപ്പെട്ട ഒരു അധ്യാപികയുണ്ട്. ആരാന്നറിയോ? ഷെഫീഖത്ത് ടീച്ചർ. ഷെഫീഖത്താണ് ഇതിന്റെ പിന്നിലെന്ന് എനിക്ക് 100% അറിയാം. എങ്കിലും ഷെഫീഖത്തിനോടുള്ള നന്ദിയും സ്നേഹവും ഒരിക്കലും കൂടെ അറിയിക്കണം. കാരണം അത്രത്തോളം അഭിമാനമുണ്ട് ഈ വേദിയിൽ. അത്ര വലിയ താരമല്ലാത്ത, അത്ര വലിയ കലാകാരനൊന്നും അല്ലാത്ത എന്നെ പോലുള്ള ഒരു വലിയ കലാകാരൻ. ഇപ്പൊ കുറച്ച് 10-15 സിനിമകളിൽ എനിക്ക് നല്ല വേഷങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. കൂടുതലും പോലീസ് ക്യാരക്ടറുകളാണ് ചെയ്തത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി സാറിന്റെ രൂപത്തിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ട് കട്ടിംഗ് മിസ്റ്റേക്ക് വെച്ച ഒരു പോലീസ് ലുക്കിൽ വാർത്തി വന്നത്. ഇപ്പോൾ ഈ അടുത്ത ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ജസ്റ്റ് കഴിഞ്ഞോളൂ. എന്തായാലും ഇത്തരത്തിലുള്ള പരിപാടിയിലേക്ക് ക്ഷണിച്ചത് ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിലേക്കുള്ള ഏറെ നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട്, ഈ കലോത്സവത്തിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രൈസ് കിട്ടിയോ ഇല്ലയോ എന്നുള്ളതല്ല, മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇനിയുള്ള അവരുടെ ജീവിതത്തിൽ ഈ കലോത്സവം ഒരു വലിയ അംഗീകാരമായി മാറട്ടെ, ഒരു വലിയ പ്രോത്സാഹനമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനി അടുത്തത് ജില്ലാതലത്തിലേക്കുള്ള മത്സരങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും വൈപ്പിൻകരയിൽ നിന്നുള്ള ഈ
ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ച് മുന്നേറുന്ന ഈ കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും വൈപ്പിൻകരയുടെ വിശ്വസ വാനോളം ഉയർത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. ജില്ലാതലത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രൈസുകൾ വൈപ്പിൻകരയ്ക്കായിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ, സ്നേഹം അറിയിച്ചുകൊണ്ട് ഈ വൈകിയ വേളയിൽ കൂടുതൽ സംസാരിക്കുന്നില്ല. താങ്ക് യു വെരി മച്ച്. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനായി വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് PN തങ്കരാജിനെ ക്ഷണിക്കുന്നു. ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സരിദാസനെ ഈ സമാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് കടന്നുപോയ ബഹുമാനായ എറണാകുളത്തിൻ്റെ MP വേദിയിലും വിശ്വാസമുള്ള ഏറ്റവും ബഹുമാനിയെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, 4 ദിവസം നീണ്ടുനിന്ന ഒരു കലോത്സവത്തിൻ്റെ സമാപന സമ്മേളനത്തിൽ പ്രത്യേകിച്ച് വിജയികൾ, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ വിദ്യാലയത്തിനുള്ള ട്രോഫിയുമെല്ലാം ഏറ്റുവാങ്ങുന്നതിന് നിങ്ങൾ ആകാംക്ഷ വലുതായി കാത്തു നിൽക്കുന്ന ഈ സമയത്ത് ഒരു പ്രസംഗം നടത്തുന്നത് ഉചിതമല്ല എന്ന തിരിച്ചറിവുകളുണ്ട്. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും, വിജയികൾക്കും, എല്ലാ പാർട്ടിസിപ്പൻസിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട്, അപ്പം ഈ പരിപാടി ഇത്രയും മനോഹരമായി വിജയിപ്പിക്കാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അധ്യാപക അനധ്യാപക സുഹൃത്തുക്കൾക്കും, അതുപോലെ തന്നെ 4 ദിവസത്തെ കലോത്സവം വളരെ ഭംഗിയായി സമാധാനപരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇതിനോടൊപ്പം സഹകരിച്ച് പ്രദേശത്തെ എല്ലാ പ്രദേശവാസികൾക്കും ഒറ്റ വാക്കിൽ എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ചെറിയ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇനി സമ്മാന വിതരണത്തിലേക്ക് കടക്കുകയാണ്. സ്റ്റേജ് ഇനങ്ങളിൽ 1ഉം 2ഉം സ്ഥാനക്കാർക്കുള്ള മെറ്റീരിയൽ പ്രൈസുകൾ, ട്രോഫികൾ വേദിയിൽ വെച്ച് തന്നെ നൽകിയിരുന്നു. ഇനി ഇവിടെ രചനാ മത്സരങ്ങളിലെ ട്രോഫികളാണ് വിതരണം ചെയ്യുന്നത്. LP വിഭാഗം ചിത്രരചനാ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയത് ആദ്യ KD സെന്റ് അംബ്രോസ് LPS എടവനക്കാട്. സമ്മാനം നൽകുന്നതിനായി ബഹുമാന്യയായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സരിത സനലിനെ ക്ഷണിക്കുന്നു. സെക്കൻഡ് പ്രൈസ് എഫ്രോൺ ആന്റണി, സെന്റ് മേരീസ് UPS ഞാറക്കൽ. LP ചിത്രരചന ജലച്ചായ, ഫസ്റ്റ് എഡ്രിൻ ഷാനിയോ, SM LPS ചെറായി. സെക്കൻഡ് ആരോൺ സിബി, ലേഡി ഓഫ് ഹോപ്പ് AIHS വൈപ്പിൻ. UP വിഭാഗം ചിത്രരചന പെൻസിൽ, ഫസ്റ്റ് ഹൃദ്യ PM, SDPY KPMHS എടവനക്കാട്. ചിത്രരചന ജലച്ചായം, സെക്കൻഡ് ആൽഫി പിൻഹിറോ, സെന്റ് മേരീസ് UPS ഞാറക്കൽ. ക്ഷമിക്കണം, ചിത്രരചന ജലച്ചായം, ഫസ്റ്റ് ആൽഫി പിൻഹിറോ, സെന്റ് മേരീസ് UPS ഞാറക്കൽ. സെക്കൻഡ് ഹൃദ്യ PM, SDPY KPMHS എടവനക്കാട്. ചിത്രരചന പെൻസിൽ, സെക്കൻഡ് ആൽഫി പിൻഹിറോ, സെന്റ് മേരീസ് UPS ഞാറക്കൽ. കഥാരചന മലയാളം, ഫസ്റ്റ് ആരാധ്യ AS, സേക്രഡ് ഹാർട്ട് UPS കർത്തേടം. സെക്കൻഡ് അവന്തിക KS, സെയിന്റ് അഗസ്റ്റിൻസ് DHS കുഴുപ്പള്ളി.
UP വിഭാഗം ചിത്രരചന ജലച്ചായം. ഫസ്റ്റ് ആൽഫി പിൻഹിറോ, സെന്റ് മേരീസ് UPS ഞാറക്കൽ. കവിതാരചന മലയാളം UP മിലിയ ഫാത്തിമ S, SDPY KPMHS എടവലക്കാട്. സെക്കൻഡ് അനീറ്റ ഡേവിഡ്, ഗവൺമെന്റ് UPS വൈപ്പിൻ. ഫസ്റ്റ് മിലിയ ഫാത്തിമ S, സെക്കൻഡ് അനീറ്റ ഡേവിഡ്. എല്ലാവരും നല്ലൊരു പ്രോത്സാഹനം കൊടുക്കണം. കഥാരചന ഹിന്ദി. ഫസ്റ്റ് ഐന റോസ് PS, LF UPS പള്ളിക്കോട്. സെക്കൻഡ് ശ്രീ ശബരി ES, SSRA UPS പള്ളിക്കോട്. ഉറുദു കവിതാരചന. ഫസ്റ്റ് അസ്ന മോൾ, IIV UPS മാലിപ്പുറം. സെക്കൻഡ് നുസ്രത് നാസർ, HIHSS എടവലക്കാട്. ചിത്രരചന ജലച്ചായം. സെക്കൻഡ് ഹൃദ്യ PM, SDPY KPMHS എടവലക്കാട്. സെക്കൻഡ് തുടർന്നുള്ള സമ്മാനങ്ങൾ നൽകുന്നതിനായി പ്രിയങ്കരനായ ശ്രീ അപ്പു ജോസിനെ ക്ഷണിക്കുന്നു. LP അറബിക് കൈയെഴുത്ത്. ഫസ്റ്റ് മുഹമ്മദ് സൈഹാൻ AS, ഫോറസ്റ്റ് UPS ഓച്ചന്തുരുത്ത്. സെക്കൻഡ് ഉമർ സമീൽ TN, സെയിന്റ് അബ്രോസ് LPS എടവലക്കാട്. പദനിർമ്മാണം. ഫസ്റ്റ് നയിമ ഫാത്തിമ PS, HIHS എടവലക്കാട്. സെക്കൻഡ് അസ്ലാൻ മുഹമ്മദ്, സെന്റ് മേരീസ് HS പള്ളിക്കോട്. അറബിക് ക്വിസ്. ഫസ്റ്റ് റയാൻ CN, ഫോറസ്റ്റ് UPS ഓച്ചന്തുരുത്ത്. സെക്കൻഡ് അഹിയാൻ അഹമ്മദ്, HIHSS എടവലക്കാട്. UP അറബിക് ക്വിസ്. ഫസ്റ്റ് അദീബ് ഇബ്രാഹിം PF, HIHSS എടവലക്കാട്. സെക്കൻഡ് മിലിയ ഫാത്തിമ, SDPY KPMHS എടവലക്കാട്. തർജമ. ഫസ്റ്റ് അദീബ് ഇബ്രാഹിം, HIHSS എടവലക്കാട്. സെക്കൻഡ് മർവ ഖദീജ, SDPY KPMHS എടവലക്കാട്. പദകേളി. ഫസ്റ്റ് മൻഹ ഫാത്തിമ PM, HIHS എടവലക്കാട്. സെക്കൻഡ് ഫാത്തിമത്തു സൈമ, SDPY KPMHS എടവലക്കാട്. UP സംസ്കൃതം ഉപന്യാസ രചന. ഫസ്റ്റ് അയോണ ആന്റണി ലൂയിസ്, SMG UPS കർത്തനം.
നായരപ്പല. കഥാരചന സംസ്കൃതം ഫസ്റ്റ് ആരുഷി PJ, ഫോറസ്റ്റ് UPS ഓച്ചന്തുരുത്ത്. സെക്കൻഡ് കൃഷ്ണേന്ദു സതീഷ്, HIHS എടവനക്കാട്. കവിതാരചന ഫസ്റ്റ് ആൻശ്രിയ PS, SSRI UPS പള്ളിക്കോട്. സെക്കൻഡ് കൃപന്യ MD, സെന്റ് മേരീസ് UPS ഞാറക്കൽ. സമസ്യാപൂരണം ഫസ്റ്റ് മാധവ് P വിഷ്ണു, രാമവർമ്മ യൂണിയൻ HS ചെറായി. സെക്കൻഡ് ശ്രീലക്ഷ്മി AS, സെന്റ് മേരീസ് UPS ഞാറക്കൽ. ഹൈസ്കൂൾ സംസ്കൃതം ഉപന്യാസ രചന ഫസ്റ്റ് സോന ഡെയ്സി ഡിക്സൺ, സാന്റാക്രൂസ് HS ഓച്ചന്തുരുത്ത്. സെക്കൻഡ് നന്ദികേഷ് LK, SMHSS ചെറായി. കഥാരചന HS ഫസ്റ്റ് അദീന ദേവി OV, രാമവർമ്മ യൂണിയൻ HS ചെറായി. സെക്കൻഡ് ആൻഡ്രിയ മറിയ, BBHS നായരപ്പൻ. കവിതാരചന HS ഫസ്റ്റ് എൽവിന പൗളിൻ TJ, സാന്റാക്രൂസ് HS ഓച്ചന്തുരുത്ത്. സെക്കൻഡ് ദേവപ്രയാഗ് NP, SMHSS ചെറായി. സമസ്യാപൂരണം ഫസ്റ്റ് നിഖ TG, സാന്റാക്രൂസ് HS ഓച്ചന്തുരുത്ത്. സെക്കൻഡ് പൂർണ്ണജയ് MP, SMHSS ചെറായി. തുടർന്നുള്ള സമ്മാനങ്ങൾ നൽകുന്നതിനായി ശ്രീ തങ്കരാജിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഹൈസ്കൂൾ വിഭാഗം ചിത്രരചന പെൻസിൽ ഫസ്റ്റ് ആദിദേവ് KJ, SMHSS ചെറായി. സെക്കൻഡ് അശ്വിൻ നന്ദകുമാർ, SDPY KPMHS എടവനക്കാട്. ചിത്രരചന ജലഛായ ഫസ്റ്റ് ആദിദേവ് KK, SMHSS ചെറായി. സെക്കൻഡ് ആദ്യ D സബിൻ, സെന്റ് അഗസ്റ്റിൻസ് DHS കുഴപ്പുള്ളി. ചിത്രരചന കാർട്ടൂൺ ഫസ്റ്റ് യദുകൃഷ്ണ VV, SMHSS ചെറായി. സെക്കൻഡ് ദിയ S രാജ്, സെന്റ് അഗസ്റ്റിൻസ് DHS കുഴപ്പുള്ളി. ചിത്രരചന ഓയിൽ പെയിന്റിംഗ് ഫസ്റ്റ് ആദിദേവ് KA, SMHSS ചെറായി. സെക്കൻഡ് ആദ്യ D സബിൻ, സെന്റ് അഗസ്റ്റിൻസ് DHS കുഴപ്പുള്ളി. ഹയർ സെക്കൻഡറി വിഭാഗം ചിത്രരചന പെൻസിൽ ഫസ്റ്റ് കാശിനാഥൻ SR, BBHSS നായരപ്പല. സെക്കൻഡ് ഭവ്യ നന്ദകുമാർ, സെന്റ് അഗസ്റ്റിൻസ് DHS കുഴപ്പുള്ളി.
Chirai. Second, Suhana Mehalin Shah, HIHSS, Edavanakad. Chitraladana Oil Painting. First, Lakshmi Piraj, SMHSS, Chirai. Second, Suhana Mehalin Shah, HIHSS, Edavanakad. Cartoon. First, Krishnadev M. Das, SMHSS, Chirai. Second, Andrea, St. Augustine's DHS, Kudupulli. Collage. First, Lakshmi Piraj, SMHSS, Chirai. Second, Hishma Harris PH, HIHSS, Edavanakad. തുടർന്നുള്ള സമ്മാനങ്ങൾ നൽകുന്നതിനായി നമ്മുടെ വാർഡ് മെമ്പർ ശ്രീ ഷംസുദ്ദീൻ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കവിതാരചന മലയാളം ഹൈസ്കൂൾ വിഭാഗം ഫസ്റ്റ് അഭിരാമി CA, SDPY KPMHS, എടവനക്കാട്. Second, Sri Lakshmi Sunish, Lady of Hope AIHS, Waipin. Katharajana Malayalam. First, Fasna VR, St. Augustine's DHS, Kodupulli. Second, Sri Lakshmi Sunish, Lady of Hope AIHS, Waipin. Kavita Rajana Hindi. First, Maria Zera, Santa Cruz HS, Mochandurthu. Second, Anthony, SDPY KPMHS, Edavanakad. Katharajana Hindi. First, S. Suryanarayan, Government HSS, Nyarkal. Second, Adarsh Krishna, SDPY KPMHS, Edavanakad. Upanyasam Malayalam. First, Senu Lakshmi NB, Lady of Hope AIHS, Waipin. Second, Elsa Maria Sebo, St. Augustine's DHS, Kodupulli. Upanyasam English. First, Shiara Sulfikar, St. Augustine's DHS, Kodupulli. Second, Ivan Nancy Podulas, Lady of Hope AIHS, Waipin. Upanyasam Hindi. First, Vishwapriya D. Kaman, St. Augustine's DHS, Kodupulli. Second, Amna Fatima AA, HIHSS, Edavanakad. Upanyasam Urdu. First, Aisha Nasriya PN, HIHSS, Edavanakad. Second, Fasila PS, SDPY KPMHS, Edavanakad. Katharajana Urdu. First, Nazmia VN, HIHSS, Edavanakad. Second, Fasila PS, SDPY KPMHS, Edavanakad. Kavitarajana Urdu. First, Halimat Shadia PA, HIHSS, Edavanakad. Second, Fasila PS, SDPY KPMHS, Edavanakad. തുടർന്നുള്ള സമ്മാനങ്ങൾ നൽകുന്നതിനായി ശ്രീമതി കൊച്ചുത്രേസ്യ നിഷിലിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
TS, Lady of Hope AEHS Vipin. Second, Gaina Lucia KT, St. Mary's HS Pallipur. Kavita Rajana Tamil. First, Vipin Selva, HIHSS Edavanaka. High School വിഭാഗം അറബിക് ഉപന്യാസം ഫസ്റ്റ് അഹദിയ ഫാത്തിമ KM HIHS എടവനക്കാട്. ഫൈസാൻ സെക്കൻഡ് ഫൈസാൻ മുഹമ്മദ് KM SDPY KPMHS എടവനക്കാട്. കഥാരചന അറബിക് ഫസ്റ്റ് ഫാത്തിഹ സുരയ്യ HIHS എടവനക്കാട്. Second, Faizan Muhammad KM. Caption Rajana. Faizan Muhammad KM. SDPY KPMHS Edavanakad. Caption Rajana. Rihana Fatima Pia, HIHSS Edavanakad. Muhammad Ishan MM, SDPY KPMHS Edavanakad. Tarjama Arabic. First, Muhammad Amin PF, HIHSS Edavanakad. Second, Muhammad Ishan MM, SDPY KPMHS Edavanakad. Poster നിർമ്മാണം. First, Asia Zahra AM, HIHS Edavanakad. Second, Fasila PA, SDPY KPMHS Edavanakad. Prashnotari. First, Fatiha Suraya, HIHS Edavanakad. Second, Muhammad Ishan MM, SDPY KPMHS Edavanakad. Nikhandu നിർമ്മാണം. First, Muhammad Afriq A, SDPY KPMHS Edavanakad. Second, Muhammad Amin PF, HIHSS Edavanakad. ഉപന്യാസം മലയാളം ഹയർ സെക്കൻഡറി വിഭാഗം. ഫസ്റ്റ്, മായ KS, SMHSS Cherai. സെക്കൻഡ്, അലീന മേരി, ഗവൺമെന്റ് HS എളങ്കുന്നപ്പുഴ. ഉപന്യാസം ഇംഗ്ലീഷ്. ഫസ്റ്റ്, കാതറിൻ മുല്ലശ്ശേരി, ഗവൺമെന്റ് HS ഞാറക്കൽ. സെക്കൻഡ്, അനുനന്ദ AB, SMHS Cherai.
Ubanyasam Arabic HSS. First, Hafsa KM, HIHSS Edavanakad. Second, Fatima TA, Government HSS Nyarakal. Ubanyasam Sanskrit. First, Mary Donna Dixon, Government HSS Nyarakal. Second, Aryadev NS, SMHSS Cherai. Ubanyasam Hindi. First, Anjana Amila, SMHSS Cherai. Second, Sona Maria, St. Augustine's DHS Kurupulli. Ubanyasam Urdu. First, Fida Fatima, HIHSS Edavanakad. തുടർന്നുള്ള സമ്മാനങ്ങൾ നൽകുന്നതിനായി ശ്രീമതി ശാന്തി മുരളിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കഥാരചന മലയാളം. ഫസ്റ്റ്, ആമിറ ഫർഹത്ത് VS, HIHS എടവനക്കാട്. സെക്കൻഡ്, നസ്നീൻ അലീന, സെയിന്റ് അഗസ്റ്റിൻസ് DHS കുഴുപ്പള്ളി. കഥാരചന ഇംഗ്ലീഷ്. ഫസ്റ്റ്, അശ്വതി പ്രവീൺ, SMHS ചെറായി. Second, Hishma Harris, HIHS എടവനക്കാട്. കഥാരചന ഹിന്ദി. ഫസ്റ്റ്, അഞ്ജന അമിത, SMHSS ചെറായി. സെക്കൻഡ്, ജയകൃഷ്ണൻ M മേനോൻ, BDHSS നായരമ്പലം. കഥാരചന അറബിക്. ഫസ്റ്റ്, Hafsa TN, HIHSS എടവനക്കാട്. സെക്കൻഡ്, മുഹമ്മദ് തൻസീർ KA, SMHSS ചെറായി. കഥാരചന സാൻസ്ക്രിറ്റ്. ഗൗരി നന്ദ, HIHSS എടവനക്കാട്. സെക്കൻഡ്, അനശ്വര PS, SMHSS ചെറായി. കഥാരചന ഉറുദു. ഫസ്റ്റ്, റിയ ഫാത്തിമ ER, HIHSS എടവനക്കാട്. കവിതാരചന മലയാളം. ഫസ്റ്റ്, ശ്രീലക്ഷ്മി KR, ഗവൺമെന്റ് HSS ഇളമ്പുന്നപ്പുഴ. സെക്കൻഡ്, അക്ഷര AS, HIHSS എടവനക്കാട്. കവിതാരചന ഹിന്ദി. ഫസ്റ്റ്, അഞ്ജന അമിത, SMHSS ചെറായി. സെക്കൻഡ്, ശ്രീലക്ഷ്മി TB, HIHSS എടവനക്കാട്. കവിതാരചന അറബിക്. ഫസ്റ്റ്, ഫാത്തിമ മുഹ്സിന KS, HIHSS എടവനക്കാട്. സെക്കൻഡ്, ജസീം ലിയാഖത്ത്, SMHSS ചെറായി. കവിതാരചന സാൻസ്ക്രിറ്റ്. ഫസ്റ്റ്, അനശ്വര PS, SMHSS ചെറായി. സെക്കൻഡ്, ശിവകുമാർ KS, HIHSS എടവനക്കാട്. കവിതാരചന ഉറുദു. ഫസ്റ്റ്, റുമൈസ PM, HIHSS എടവനക്കാട്. രചനാ മത്സരങ്ങളുടെ സമ്മാന വിതരണം പൂർത്തിയാകുന്നു. തുടർന്ന് കഴിഞ്ഞ 4 ദിവസങ്ങളിലായി നടന്നു വന്ന കലോത്സവത്തിന്റെ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുകയാണ്. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ കുട്ടികളുടെയും ഓരോ ഐറ്റത്തിന്റെയും പേര് വിളിച്ച് നൽകുന്നതിന് പകരം ഒരു സ്കൂളിലുള്ള സർട്ടിഫിക്കറ്റുകൾ മുഴുവനായി
വിതരണം ചെയ്യുകയാണ്. ഇവിടെ പേര് വിളിക്കുമ്പോൾ സ്കൂൾ കോഡിന്റെ ക്രമത്തിലാണ് പേര് വിളിക്കുക. പേര് വിളിക്കുമ്പോൾ സ്കൂളിന്റെ പ്രധാന അധ്യാപകരോ മറ്റധ്യാപകരോ വേദിയിൽ വന്ന് കൈപ്പറ്റണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സർട്ടിഫിക്കറ്റ് വിതരണത്തിനായി പ്രോഗ്രാം കമ്മിറ്റിയിൽപ്പെട്ട എല്ലാ അധ്യാപകരും സ്റ്റേജിൽ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സർട്ടിഫിക്കറ്റ് വിതരണത്തിന് മുമ്പായി പ്രോഗ്രാം കൺവീനർ ശ്രീ സുൽഫിക്കർ 2 വാക്ക് സംസാരിക്കുന്നു. ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാനപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ദൈവത്തിൻ്റെ കാരുണ്യ കടാക്ഷങ്ങൾ നമ്മൾ എല്ലാവർക്കും സദാ വർഷിക്കുമാറാകട്ടെ. ഏറെ അഭിമാനത്തോടെയും സന്തോഷത്തിൻ്റെയും നിറവിലാണ് പ്രോഗ്രാം കമ്മിറ്റി ഈ നിമിഷം ഇന്ന് ഈ വേദിയിൽ ഇവിടെ നിൽക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും 2 പ്രധാന അധ്യാപക സംഘടനയും HM ഫോറവും അല്ലാത്ത ഒരു സംഘടന പ്രോഗ്രാം ഏറ്റെടുത്ത് നടത്തുന്നത്. വൈപ്പിൻ ഉപജില്ലയിൽ കേവലം 5 പേരടങ്ങുന്ന അധ്യാപക സംഘടനയായ കേരള അറബിക് മുൻഷീസ് അസോസിയേഷൻ എന്ന സംഘടനയാണ് ഈ വർഷം ഹർഷം എന്ന പേരിട്ടിരിക്കുന്ന വൈപ്പിൻ ഉപജില്ലാ കലോത്സവം ഇവിടെ ഭംഗിയായി നടത്തിയത്. കലോത്സവത്തിൻ്റെ ആദ്യ സംഘാടക സമിതിയിൽ വലിയ പ്രതിസന്ധി നടത്തിപ്പുമായി മുന്നോട്ട് വന്നപ്പോൾ ധൈര്യപൂർവം പ്രോഗ്രാം കമ്മിറ്റി KAMA എന്ന അറബി അധ്യാപക സംഘടന ഏറ്റെടുക്കുകയായിരുന്നു. ഇന്നിവിടെ നിൽക്കുമ്പോൾ എനിക്ക് പിന്തുണ നൽകിയ എൻ്റെ വിദ്യാലയത്തിലെ എല്ലാ സഹപ്രവർത്തകരോടും അതുപോലെ മറ്റു വിദ്യാലയത്തിൽ നിന്ന് എന്നെ സഹായിക്കാൻ എത്തിച്ചേർന്ന അധ്യാപക സുഹൃത്തുക്കളെയും ഏറെ സ്നേഹത്തോടെ ഈ നിമിഷം നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. പ്രത്യേകിച്ച് രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ എൻ്റെ ഒപ്പം നിന്ന് ആദ്യാവസാനം എൻ്റെ കൈമയും മറന്ന് എൻ്റെ തോളോടൊപ്പം ചേർന്ന് നിന്ന എൻ്റെ പ്രിയ സഹപ്രവർത്തകർ സബീർ സാർ, നോബി സാർ, അതുപോലെ പേരെടുത്ത് പറയാനെങ്കിൽ ഒരുപാടുണ്ട്, മറ്റു എൻ്റെ സഹപ്രവർത്തകർ, എല്ലാവരോടും നന്ദിയോടെ ഞാൻ ഈ നിമിഷം ഓർക്കുകയാണ്. കൂടാതെ ഈ വർഷം ആദ്യമായിട്ടായിരിക്കും മറ്റെങ്ങും കാണാത്ത വിധം ഒരു മത്സരം കഴിഞ്ഞയുടൻ തന്നെ വേദിയിൽ വെച്ച് റിസൾട്ട് പ്രഖ്യാപിച്ച ഉടനെ തന്നെ സമ്മാനദാനം നിർവഹിക്കുന്നത്. ഏറെ അഭിനന്ദനവും അതുപോലെ ഏറെ പിന്തുണയും എല്ലാ അധ്യാപക ഭാഗത്തു നിന്നും അതിന് ലഭിച്ചിരുന്നു. അതുപോലെ മുമ്പെങ്ങും കാണാത്ത വിധം സർട്ടിഫിക്കറ്റുകൾ എല്ലാ പ്രധാന അധ്യാപകരെയും പരിഗണിച്ചുകൊണ്ട് സർട്ടിഫിക്കറ്റുകളും നമ്മളിവിടെ പാക്ക് ചെയ്ത് എല്ലാ പ്രധാന അധ്യാപകർക്കും ഈ വേദി ഈ നിമിഷം കൈമാറുന്നതാണ്. അതുപോലെ ഏതൊരു വിജയത്തിനും ഒരു മറുവശമുണ്ടാവും. അതുപോലെ തന്നെ എന്തെങ്കിലും പോരായ്മകളും പിഴവുകളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും ഖേദം പ്രകടിപ്പിക്കുന്നു. കൂടാതെ എന്നെ പിന്തുണച്ച ബഹുമാനപ്പെട്ട AO ഷൈനാമോൾ, ജനറൽ കൺവീനർ പ്രിയപ്പെട്ട എജിയ ടീച്ചർ, ജോയിന്റ് കൺവീനർ നോബിൾ ടീച്ചർ, ജിനൽ ടീച്ചർ, മാനേജർ അബ്ദുൽ ഗഫൂർ സാർ, സഭ SP സഭ മാനേജർ, PTA, നോൺ ടീച്ചിങ് സ്റ്റാഫ്, അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന മറ്റു അധ്യാപകർ, രക്ഷിതാക്കൾ, ലേറ്റ് ആൻഡ് സൗണ്ട്, സ്റ്റേജ് ആൻഡ് പന്തൽ, മറ്റു എൻ്റെ കോൺ കൺവീനർമാരായിട്ടുള്ള എല്ലാ കൺവീനർമാരോടും വലിയൊരു അഭിവാദ്യവും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് സർട്ടിഫിക്കറ്റ് സമ്മാനദാനത്തിലേക്ക് കടക്കുന്നു. താങ്ക് യു.
സ്കൂളുകൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്നതിനായി ബഹുമാന്യനായ ശ്രീ അപ്പു ജോസിനെ ക്ഷണിക്കുന്നു. സ്കൂൾ കോഡിന്റെ ക്രമത്തിലാണ് വിളിക്കുക. പ്രധാന അധ്യാപകരോ ഏതെങ്കിലും അധ്യാപകരോ ദയവായി ഇവിടെ വന്ന് ഏറ്റുവാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 26005 രാമവർമ്മ യൂണിയൻ HS ചെറായി. രാമവർമ്മ യൂണിയൻ HS ചെറായി. സെന്റ് മേരീസ് HS പള്ളിപ്പോർ. സെന്റ് മേരീസ് HS പള്ളിപ്പോർ. SMHSS ചെറായി. SMHSS ചെറായി. SDPY KPMHS എടവനക്കാട്. BVHS നായരമ്പലം. ലൊബേലിയ HSS നായരമ്പലം. ഗവൺമെന്റ് HSS ഇളങ്ങുന്നപ്പുഴ. സാന്റാക്രൂസ് HS ഓച്ചത്തുരുത്ത്. ലേഡി ഓഫ് ഹോം AIHS വൈപ്പിൻ. ഗവൺമെന്റ് HSS ആൻഡ് VHS ഞാറക്കൽ. LFHS ഞാറക്കൽ. സെന്റ് അഗസ്റ്റിൻസ് HS കുഴപ്പള്ളി. HIHSS എടവനക്കാട്. ഗവൺമെന്റ് ന്യൂ LPS ഇളങ്ങുന്നപ്പുഴ. ഗവൺമെന്റ് LPS പള്ളിപ്പോർ. സെന്റ് ജോർജ് LPS ചക്കരക്കടവ്. VV സഭ LPS ചെറായി. VV സഭ LPS ചെറായി. SMLPS ചെറായി. രാമവർമ്മ യൂണിയൻ LPS ചെറായി. VD സഭ LPS ചെറുവൈപ്പ്. സെന്റ് അംബ്രോസ് LPS എടവനക്കാട്. സെന്റ് അംബ്രോസ് LPS എടവനക്കാട്. SP സഭ LPS എടവനക്കാട്. EP സ്കൂൾ ഇളങ്ങുന്നപ്പുഴ. EP സ്കൂൾ ഇളങ്ങുന്നപ്പുഴ. സെന്റ് ജോസഫ് LPS കർത്തേട. സെന്റ് ജോസഫ് LPS കർത്തേട. സെന്റ് പീറ്റേഴ്സ് LPS കുരിശിങ്കൽ. BBD LPS കുഴപ്പള്ളി.
മേരീസ് LPS മുരിക്കുംപാടം, പെരുമ്പിള്ളി ചർച്ച് LPS ഞാറങ്ങൽ, SKV അരയ LPS ഞാറക്കൽ, സീക്രട്ട് ഫാമിലി LPS നെടുങ്ങാട്, ലിറ്റിൽ തെരേസാസ് LPS ഓച്ചന്തൂർ, സെന്റ് മേരീസ് LPS ഓച്ചന്തൂർ, ക്രൂസ് മിറക്കിൾസ് EPS ഓച്ചന്തൂർ, സെയിന്റ് റോക്കീസ് LPS പള്ളിപ്പുറം, സെയിന്റ് ജോസഫ് LPS വാടയിൽ നായരമ്പലം, ഗവൺമെന്റ് LPS എളക്കുന്നപ്പുഴ, ഗവൺമെന്റ് UPS എടവനക്കാട്, ഗവൺമെന്റ് ഫിഷറീസ് UPS ഞാറക്കൽ, ഗവൺമെന്റ് UPS പുതുവൈപ്പ്, ഗവൺമെന്റ് UPS വൈപ്പിൽ, സേക്രഡ് ഹാർട്ട് UPS കൽത്തേടം മാലിപ്പുറം, കൽത്തേടം സേക്രഡ് ഹാർട്ട് UPSലെ പ്രിൻസൻ സാറും നമ്മുടെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ സലീം സാറും ആസിഫ് സാറുമായി ഡാറ്റ എൻട്രി കൃത്യമായി നിർവഹിച്ചത്, അതിനുള്ള നന്ദി കൂടി അറിയിക്കുന്നു. സെയിന്റ് ഗ്രിഗറീസ് UPS കുഴപ്പള്ളി, IIV UPS മാലിപ്പുറം, സെന്റ് മേരീസ് UPS ഞാറക്കൽ, യൂണിയൻ UPS നെടുങ്ങാട്, ദേവിവിലാസം UPS നായരമ്പലം, ഫോറസ്റ്റ് UPS ഓച്ചന്തുരുത്ത്, LF UPS പള്ളിപ്പോർ, SS അരയ UPS പള്ളിപ്പുറം, IJ UPS ഓച്ചന്തുരുത്ത്, SBS LPS പുത്തൻകടപ്പുറം, ഗവൺമെന്റ് LP സ്കൂൾ ചെറായി, അവസാനമായി ഗവൺമെന്റ് LPS ചെറായി സൗത്ത്. സർട്ടിഫിക്കറ്റ് വിതരണം പൂർത്തിയാകുന്നു. നന്ദി. പ്രോഗ്രാം കമ്മിറ്റിയുമായി സഹകരിച്ച ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ പ്രിയ അധ്യാപക സഹപ്രവർത്തകർക്കും, വോളണ്ടിയേഴ്സിനും, ഡിസിപ്ലിൻ ഡ്യൂട്ടികൾ ചെയ്ത പോലീസ് സാറുമാർക്കും, എല്ലാവർക്കും, നോൺ ടീച്ചിങ് സ്റ്റാഫിനും
ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കൾക്കും പിഞ്ചു മക്കൾക്കും എല്ലാവർക്കും പ്രോഗ്രാം കമ്മിറ്റിയോട് സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട അധ്യക്ഷൻ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, അധ്യാപകരെ, വിദ്യാർത്ഥികളെ, എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ട്രോഫി മേടിക്കുവാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്.